വായിക്കുവാനായിട്ട് 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ, 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യയിലെ 1 Corinthians chapter 1 verse 1 to 4 we will read. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനോസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്കും ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. മതി. നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു കത്ത് എഴുതുമ്പോൾ ആമുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഓരോ കത്തിന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളൊക്കെ പണ്ട് കത്തുകൾ എഴുതിയിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞതുപോലെ കൊരിന്തിലുള്ളതായ വിശ്വാസികൾ താൻ ഈ കത്ത് ഇനി എഴുതുമ്പോൾ കൃപയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ആരംഭിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും. ഇന്ന് പലകാലം ഇവിടെയുള്ളവരോട് ഹല്ലേലൂയ, അതുപോലെ നമ്മളെ ഓൺലൈനിൽ കേൾക്കുന്നവരെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ ഇരുന്ന് കേട്ടാലും ഇവിടെയും എവിടെയും ഉള്ളവരോട് കർത്താവിന് ഇന്ന് പലകാലം സംസാരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലകാലം ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നതായ എല്ലാവരോടും എന്തുവാണ് പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപ ഇന്ന് പലകാലം കർത്താവ് നമ്മുടെ മേൽ ചൊരിയട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയുടെ ഒരൊഴുക്ക് ഇന്ന് പലകാലം ഇവിടെ നടക്കണം. അത് എത്ര പേര് ആഗ്രഹിക്കുന്നു? കർത്താവിന്റെ കൃപ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ എന്തുവാണ് ഹല്ലേലൂയ കർത്താവിന്റെ കൃപ ഒന്ന് ഒഴുകുവാനായിട്ട് ഞാനും നീയും ഒന്ന് അനുവദിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ പലത് എനിക്കും നിനക്കും എന്തുവാണ് പരിഹരിക്കുവാൻ കഴിയാത്തതായ കാര്യങ്ങൾക്ക് എന്തുവാണ് ആ കൃപയുടെ ഒഴുക്ക് ഇന്ന് പലകാലം നമ്മുടെ ഹൃദയങ്ങളിൽ നടക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ എനിക്കും നിനക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ എന്തുവാണ് ദൈവകൃപ നേരിടും. ദൈവകൃപ അത് പരിഹരിക്കും. അത് വിശ്വസിക്കുന്നവരെ നമ്മുടെ കർത്താവിന് കരങ്ങളുയർത്തി ഒരു നല്ല മഹത്വം കൊടുക്കാട്ടെ. നമ്മൾ പൗലോസിന്റെ 14 ലേഖനങ്ങളെ നമ്മൾ എടുത്തു പഠിക്കുകയാണെങ്കിൽ ചില ലേഖനങ്ങളിൽ 1, 2, 3 പ്രാവശ്യം വരെ കൃപ കൃപ എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 14 ലേഖനങ്ങളിലെ എല്ലാ ലേഖനങ്ങളിലും എന്തുവാണ് കൃപ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം പോലും എന്തുവാണ് പറയാത്തതായ ഹല്ലേലൂയ ലേഖനങ്ങൾ കാണുവാൻ സാധിക്കില്ല. ചിലപ്പോൾ അതിന്റെ ആരംഭത്തിൽ കൃപയെക്കുറിച്ച് പറയും, അവസാനത്തിൽ കൃപയെക്കുറിച്ച് പറഞ്ഞ് അവസാനിക്കുന്നതായ ലേഖനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെയെല്ലാം ആവർത്തിച്ച് ഈ കൃപ എന്ന് പറയുന്നതായ വാക്ക് താൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസിന്റെ പല ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഉപദേശമുണ്ട്, കൽപ്പനകളുണ്ട്. എന്നാൽ ആദ്യം കൃപ പറഞ്ഞിട്ടാണ് പൗലോസ് തുടങ്ങുന്നത്. ഈ കൽപ്പനകളും അതുപോലെ തന്നെ ഈ ഉപദേശങ്ങളൊക്കെ അനുസരിക്കുവാൻ തന്നെ ദൈവത്തിന്റെ കൃപ വേണം. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്ന പൗലോസ് ഈ കൃപ പറഞ്ഞ് ആരംഭിച്ചിട്ട് എന്തുവാണ് ഉപദേശങ്ങളും കൽപ്പനകളും ഒക്കെ പറഞ്ഞ് അവസാനിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നതായ ഉപദേശങ്ങളും കൽപ്പനകളും എന്തുവാണ് അനുസരിക്കുവാൻ പോലും എന്തുവാണ് നമുക്ക് കർത്താവിന്റെ കൃപ വേണം. ഇന്ന് പലകാലം നമ്മൾ ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ കൃപയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കൃപയോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെ മോവ് ചെയ്യുന്നതും ആയിരിക്കുന്നതും നമ്മളെ എന്ത് തിരിഞ്ഞു കഴിഞ്ഞാലും അവിടെയെല്ലാം ഒരു ദൈവത്തിന്റെ പൈതലിന് ദൈവത്തിന്റെ കൃപ എന്തുമാണ് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇവിടുത്തെ നമ്മുടെ ജീവിതം കഴിഞ്ഞ് നിത്യതയിൽ നമുക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും എന്തുവാണ് ഒരു ദൈവവൈതലിന് പറയുവാൻ സാധിക്കും, കർത്താവേ എന്നെ നീ ഇവിടെ കൊണ്ടുവന്നതിനാൽ ആ കൃപയ്ക്കായി നന്ദി എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നമ്മൾ നടക്കുന്നത്, നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ മൂവ് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത് ഹല്ലേലൂയ എന്നെ നിന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന എല്ലാം ദൈവത്തിന്റെ കൃപ 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 മാത്രമാണ്. നമ്മളെ ഈ കൃപ ക്രിസ്തുവിന്റെ ചെലവില് ദൈവത്തിന്റെ സമ്പത്ത് നാം പറയുന്നത്. അർഹതയില്ലാത്തതായ സ്ഥാനത്ത് കർത്താവിന്റെ ഒരു ദാനമാണ്, നമ്മുടെ മേൽ ചൊരിയുന്നതായ കർത്താവിന്റെ ദാനമാണ് കൃപ എന്ന് പറയുന്നത്. പലപ്പോഴും ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളതായ ഒരു കാര്യമാണ് കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സഭയ്ക്കും എനിക്ക് നിങ്ങൾക്കും പ്രയോജനമുള്ളതാ ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ
ദൈവത്തിന്റെ സഭയ്ക്ക് പ്രയോജനമുള്ളതായ മറ്റൊരു കാര്യമാണ് ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുപോലെ ദൈവസഭയ്ക്ക് വളരെ പ്രയോജനപ്പെടുന്നതായ ഒരു കാര്യമാണ് ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മളെ ഈ ആത്മീയ കോളത്തെ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും എൻ്റെ ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 40 വർഷത്തിലധികമായിട്ടുള്ളതായ എൻ്റെ ശുശ്രൂഷയിലെ ആദ്യകാലങ്ങളിൽ ഇപ്പോഴും എന്തുമാണ് വിശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും വിളിച്ചു പറയാറുണ്ട്. എന്നാൽ ആദ്യകാലങ്ങളിൽ തുടങ്ങിയപ്പോൾ എന്തുമാണ് ദൈവമക്കൾക്കെല്ലാം എന്തുവാണ് സാക്ഷിയുടെ വാചകങ്ങൾ പറയുമ്പോഴും ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും എല്ലാം എന്തുവാണ് വിശ്വാസത്തിന്റെ വാക്കുകൾ അവർ ഉച്ചരിക്കുന്നു. കാര്യം എന്തുവാണ്? ഹല്ലേലൂയ. ഒരു രോഗം വന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആശുപത്രിയിൽ പോകാൻ നിവൃത്തിയില്ല. കർത്താവെ വിശ്വസിക്കുന്നു, നീ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ. കർത്താവെ വിശ്വസിക്കുന്നു, നീ വാതിൽ തുറക്കണമേ. കർത്താവെ വിശ്വസിക്കുന്നു, നീ ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം അയക്കണമെന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞതായ സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സഭയൊക്കെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി, നമ്മൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി, സാമ്പത്തിക നിലവാരങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായി, പല ടീച്ചിങ്ങുകളൊക്കെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ വിശ്വാസത്തിന്റെ എന്തുവാണ് ആ ടീച്ചിങ് പലപ്പോഴും കുറയുവാൻ ഇടയായിത്തീർന്നു. കാര്യം എന്തുവാണ്? ഈ ന്യൂജൻ ചർച്ചുകളെ അല്ലെങ്കിൽ വിശ്വാസത്തെ കുറച്ച് കൂടുതലായിട്ടൊക്കെ എംഫസിസ് ചെയ്യുവാനായിട്ട് തുടങ്ങിയപ്പോൾ പലരും വിചാരിക്കുന്നത് ഇനി വിശ്വാസത്തെ കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികപ്പറ്റായി പോകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്ന അധികപ്പറ്റല്ല. അന്ന് ജീവിച്ചവർക്കും വിശ്വാസം വേണം, ഇന്ന് ജീവിച്ചവർക്കും വിശ്വാസം വേണം. ഹല്ലേലൂയ. ഏത് കാലത്തും ജീവിക്കുന്നവർക്ക് വിശ്വാസം, നമ്മളെ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്ന ആയുധം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്നതായ ഏറ്റവും വലിയ ആയുധം എന്താണ്? വിശ്വാസത്തിന്റെ ആയുധമാണ്. വിശ്വാസത്തിന്റെ ആയുധത്തെ ജയിക്കുവാനായിട്ട് ഇന്ന് വരെ ഒരായുധം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുവാനും പോകുന്നില്ല. അത് വിശ്വസിക്കുന്നവരെ എക്കാലങ്ങളും നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വിശ്വാസത്തെ കുറിച്ച് ദൈവമക്കളെ പറഞ്ഞുകൊണ്ട് ഇരിക്കണം. അതുപോലെ മറ്റൊരു കാര്യമായിരുന്നു ശക്തി. എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. ചെറുപ്പം മുതലേ എന്താണ് ഒരു സഭയിൽ എന്താണ് 10-15 ഫാമിലീസ് ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് പറയുന്നത് എന്തുമാണ്? കർത്താവിന്റെ ശക്തി ലഭിക്കണം, കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. എൻ്റെ 12ാമത്തെ വയസ്സിൽ എന്തുവാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുവാൻ ഇടയായിത്തീർന്നു. ഇന്നും ആ ശക്തി എനിക്കുണ്ട്. ഇന്നും ആത്മാവിന്റെ ശക്തി എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ശക്തിയെക്കുറിച്ച് പറയുമായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുവാണ് ഈ ശക്തിയെക്കുറിച്ച് ഓവർ എംഫസിസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ഈ ശക്തിയെക്കുറിച്ച് കൈകൊട്ടുന്നതും ഡാൻസ് ചെയ്യുന്നതും കൈ ഉയർത്തുന്നതും ഹല്ലേലൂയ പറയുന്നതൊക്കെ എന്തുവാണ് ഹല്ലേലൂയ ഒരു ഫാഷൻ, ഔട്ട് ഓഫ് ഫാഷൻ പോലെ ആളുകൾക്ക് തോന്നി. എന്തുവാണ് അതിനെ നമ്മളോട് ഷെഡിക്കേറ്റ് വെച്ചു. അപ്പോൾ എന്തുവാണ് പലപ്പോഴും ആരാധന എന്തുവാണ് ശക്തി വെളിപ്പെടുന്നില്ല. എന്നാൽ ഈ ദിവസം ഹല്ലേലൂയ വിശ്വാസത്തിന് എന്നും ശക്തിയുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തുവാണ് അന്നും ഇന്നും ഉണ്ട്. ആ ശക്തിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുശേഷം കൃപയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുള്ള അപ്പച്ചമാർക്കെല്ലാം പറയുവാനുള്ളത് എന്തുവാണ്? ഹല്ലേലൂയ കൃപയെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ആരോട് ചോദിച്ചാലും മകനെ കുഞ്ഞെ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് നടത്തുന്നുവെന്ന് പറഞ്ഞതായ പിതാക്കന്മാരെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ കൃപയെക്കുറിച്ച് അങ്ങോട്ട് എംഫസൈസ് ചെയ്ത് പറഞ്ഞപ്പോൾ അതിനെയും കൊണ്ട് നമ്മളെ ഷെഡിക്കേറ്റ് വെച്ചു. എന്നാൽ കൃപയെക്കുറിച്ച് അധികം പറയാറില്ല. അതുപോലെ തേജസ്, സ്നേഹം, എന്ത് വേണ്ട ഈ ആയുധങ്ങളെല്ലാം എന്തുമാണ് ഹല്ലേലൂയ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തുമാണ് വിജയം കൈവരിക്കുവാനായിട്ട്, ജയജീവിതം ചെയ്യുവാനായിട്ട്, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ആയുധങ്ങളാണ് ഇതെല്ലാം. എന്തുവാണ്? വിശ്വാസവും അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും അതുപോലെ സ്നേഹവും തേജസ്സും എല്ലാം എന്തുവാണ് ദൈവം തന്നിരിക്കുന്നതായ ഒന്നാണ്. എന്നാൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അത് നമ്മളെ ഹല്ലേലൂയ കൂടുതലായി അനുഭവിച്ച് അറിയുവാനായിട്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും എന്തുവാണ് ബോംബെയിൽ ആരെങ്കിലും എന്തുവാണ് $1000 ഒരു കള്ളനോട്ട് അടിച്ചെന്നും പറഞ്ഞ് എന്തുവാണ് ഹല്ലേലൂയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ $1000 പിൻവലിച്ചിട്ടില്ലെങ്കിൽ എന്തുവാണ് ഹല്ലേലൂയ അതിനൊന്നും വിലയുണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും ഒരു ദുർവ്യാഖ്യാനം എവിടെയെങ്കിലും വിശ്വാസത്തെ കുറിച്ചോ അല്ലെ കൃപയെ കുറിച്ചോ അല്ലെ തേജസ്സിനെ കുറിച്ചോ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞുവെങ്കിലേ ഈ വിശ്വാസത്തിന്റെ എന്തുവാണ് മാഹാത്മ്യം മാറിപ്പോയിട്ടില്ല. ഈ കൃപയുടെ മാഹാത്മ്യം മാറിപ്പോയിട്ടില്ല. ഈ ദൈവ തേജസ്സിന്റെ മാഹാത്മ്യം മാറിപ്പോയിട്ടില്ല. ദൈവ തേജസ്സിന്റെ മാഹാത്മ്യം മാറിപ്പോയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്നും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും എന്തുവാണ് ദുർവ്യാഖ്യാനം ദൈവത്തിന്റെ
വചനത്തിൽ നിന്ന് ചെയ്തു ഈ കാര്യങ്ങൾ എന്തുമാണ് അവർ പറഞ്ഞത് കൊണ്ട് എന്തുമാണ് ഇതിനെ നമ്മൾ മാറ്റിവെക്കല്ലേ. ഹല്ലേലൂയ. അന്നും ഇന്നും ഒരു ദൈവ പൈതലിനെ ജീവിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്നതായ ഈ ആയുധങ്ങളെ നമ്മളെ എന്നും എന്നും ഉപയോഗിക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഈ ദൈവകൃപ പ്രാപിച്ചവരെ കുറിച്ച് അല്പനേരം നമുക്ക് ചിന്തിക്കാം. പല നമ്മളെ പുതിയ നിയമത്തിൽ ഞാൻ ആദ്യം നിൽക്കുന്നില്ല, പഴയ നിയമത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. 8-ാം വാക്യം അതിന്റെ 9-ാം വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ഈ ദൈവത്തിന്റെ കൃപ ലഭിച്ചവര് നമ്മളൊന്ന് പരിചയപ്പെടുവാനായിട്ട് പോകണം. അതിൽ ഒന്നാമത് പറയുന്നത് നോഹയെ കുറിച്ചാണ്. ഇവിടെ 8-ാം അധ്യായം പറയാണ്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്നിട്ട് പറയാണ് ഹല്ലേലൂയ, നോഹ ആരായിരുന്നു? നീതിമാനും തന്റെ തലമുറയിലെ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടെ കൂടെ നടന്നു. അപ്പോൾ ആ കൃപ എന്തുവാണ് നോഹയിൽ ചെയ്തെന്തുവാണ്? ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹയുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു? ആ കൃപ അവനെ എന്തുവാണ് നിഷ്കളങ്കനാക്കി. ആ കൃപ അവനെ എന്തുവാണ് നീതിമാനാക്കി. ആ കൃപ അവനെ എന്തുവാണ് ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുവാനായിട്ട് ഇടയാക്കി. ആ കൃപ ഇന്നും അവൈലബിൾ ആണ്. ഹല്ലേലൂയ. എന്നെ നിന്നെ വിശുദ്ധീകരിക്കുന്നത്, എന്നെ നിന്നെ നീതിമാനാക്കുന്നത്, എന്നെ നിന്നെ നിഷ്കളങ്കനാക്കുന്നത്, എന്നെ നിന്നെ കർത്താവിനോട് കൂടെ നടക്കുവാൻ ശക്തീകരിക്കുന്നത് ഈ ദൈവത്തിന്റെ കൃപയാണ്. ഇത് നോഹയ്ക്ക് എന്തുവാണ് ഈ കൃപ ലഭിച്ചപ്പോൾ ഇതെല്ലാം നോഹയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നോഹയുടെ ജീവിതത്തെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തുവാണ് 4 കൂട്ടം കാര്യങ്ങളാണ് നോഹ ചെയ്തത്. ഒന്നാമത് എന്തുവാണ് നോഹയെ കുറിച്ച് പഠിക്കുമ്പോൾ 120 വർഷം നോഹ പ്രസംഗിച്ചു എന്നാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല ഒരു പെട്ടകം എന്തുവാണ് പണിതു. വീട്ടിലുള്ള ബാക്കിയാട്ടിലെ ഒരു ഷെഡ് പണിതുപോലല്ല, ഒരു പെട്ടകം പണിയുക എന്നുള്ളത് ഒരു വലിയ പ്രൊജക്റ്റ് എടുത്ത് കർത്താവ് പറഞ്ഞതനുസരിച്ച് ദൈവം പറഞ്ഞതായ അരുളപ്പാട് കേട്ട് ഒരു വലിയ പ്രൊജക്റ്റ് എന്തുവാണ് താൻ ആരംഭിക്കുകയാണ്. അപ്പോൾ 120 വർഷം പ്രസംഗിക്കുന്നു. അതിനിടയിൽ എന്തുവാണ് ഒരു വലിയ പെട്ടകം എന്തുവാണ് പണിയുന്നു. ആ പെട്ടകം പണിയുക മാത്രമല്ല താൻ ചെയ്യുന്നതാണ് മക്കളെയും മരുമക്കളെയൊക്കെ എന്തുവാണ് ഹല്ലേലൂയ ആ പെട്ടകത്തിൽ അവരെ നേടി അവരെ പെട്ടകത്തിൽ കയറ്റുവാനും തനിക്കിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ കുറച്ചു നാളെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ താൻ ചിന്തിച്ചില്ല പെട്ടകം പണിയാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അത് താൻ ഉപേക്ഷിച്ചില്ല. എന്നാൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് കൽപ്പിച്ചതായ ആ പെട്ടകത്തിന്റെ പണി താൻ തുടർന്നു കൊണ്ടിരുന്നു. എന്നാൽ പെട്ടകം പണിതുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ബിസിയാണെന്ന് പറഞ്ഞ് എന്തുവാണ് മക്കളെയും മരുമക്കളെയും നോക്കാതിരുന്നില്ല. അവരെയും നോക്കി എന്തുവാണ് അവരെ നേടി അവരെ ആ പെട്ടകത്തിൽ കയറ്റുവാനായിട്ട് എന്തുവാണ് ഹല്ലേലൂയ നോഹയ്ക്ക് ഇടയായി തീർന്നു. അതുമാത്രമല്ല എന്തുവാണ് താൻ ദൈവത്തോടെ കൂടെ നടന്നു. ഇനി എന്തുവാണ് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി എന്തുവാണ് ബിസിയായെന്ന് പറഞ്ഞ് എന്തുവാണ് ഇനി മീറ്റിങ്ങിലൊന്നും പോകണ്ട, ഇത്രയും നാളുമൊക്കെ പ്രസംഗിച്ചില്ലേ, ഇത്രയും നാളുമൊക്കെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് എന്തുവാണ് ദൈവത്തോട് കൂടെ നടക്കാൻ നിർത്തിയില്ല. എന്നാൽ ഇതെല്ലാം ഈ 4 കൂട്ടം കാര്യങ്ങൾ എന്തുവാണ് ദൈവത്തോടെ കൂടെ നടന്നു. അപ്പോൾ ഈ നോഹയ്ക്ക് എന്തുവാണ് 4 കൂട്ടം കാര്യങ്ങൾ എന്തുവാണ് ചെയ്യുവാനായിട്ട് നോഹയ്ക്ക് കൊടുത്തതായ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്. ഹല്ലേലൂയ. ആ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്ക് 1-2 കൂട്ടം കാര്യങ്ങൾ കൂടെ ഒന്നും ചെയ്യുവാനുള്ള കഴിവില്ല എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചില്ല. എന്നാൽ പ്രിയമുള്ളവരെ എത്ര കൂട്ടം കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് കൃപ തരും. ഞാൻ വിശ്വസിക്കുന്നു നോഹയ്ക്ക് 120 വർഷം പ്രസംഗിക്കുവാൻ ദൈവം കൃപ കൊടുത്തതുപോലെ തന്നെ പെട്ടകം പണിയുവാൻ തന്നെ സഹായിച്ചതുപോലെ തന്നെ ഹല്ലേലൂയ മക്കളെയും മരുമക്കളെയും എന്തുവാണ് പെട്ടകത്തിൽ എന്തുവാണ് കയറ്റി അവരെ നശിച്ചു പോയില്ല. ദൈവത്തോടെ കൂടെ നടക്കുവാനും നോഹയ്ക്ക് ഇടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു നോഹ നിഷ്കളങ്കനും നീതിമാനും ഹല്ലേലൂയ പാപം ചെയ്യാതെ ജീവിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ആ പെട്ടകത്തിൽ എന്തുവാണ് കയറുവാൻ സാധിച്ചത്. അല്ലെങ്കിൽ എന്തുവാണ് അനേകരെ മുക്കിയ ആ വെള്ളം എന്തുവാണ് തന്നെ മുക്കിക്കളഞ്ഞേനെ. ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നോഹ ഇവിടെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നോഹയ്ക്ക് പറയാനുള്ളതായ സാക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേകർ എൻ്റെ കാലത്ത് മുങ്ങിപ്പോയി വെള്ളത്തിൽ, എന്നാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിന്റെ കൃപയാൽ പൊതിഞ്ഞ് ആ കൃപ എന്തുവാണ് ഞങ്ങളെ പരിപാലിച്ചു, ആ കൃപ ഞങ്ങളെ രക്ഷിച്ചു, ആ കൃപ ഞങ്ങളെ നടത്തിയെന്ന സാക്ഷ്യം മാത്രമേ നോഹയ്ക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന്
പോൽക്കാലം നമ്മൾ വിശ്വസിക്കേണ്ട എത്ര ബിസി ആണെങ്കിലും എന്തുവാണ് ഹല്ലേലൂയ നോഹ ദൈവത്തോടുകൂടെ നടന്നതുപോലെ എനിക്ക് നിനക്കും കർത്താവിനോട് കൂടെ നടക്കുവാൻ സാധിക്കും. എത്ര പേരാ കർത്താവ് ഈ തലമുറയിൽ നിന്നോടൊന്ന് ചേർന്ന് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എത്ര പറയും ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് നടക്കുന്നതായ ഒരു ജീവിതമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നോഹയ്ക്ക് അത് സാധിച്ചുവെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് നിനക്കും എന്തുവാണ് കർത്താവിനോട് ചേർന്ന് എന്നും നടക്കുവാൻ സാധിക്കും. അങ്ങനെ കർത്താവിനോട് ചേർന്ന് നടക്കുവാനുള്ളതായ ആ വലിയ ദൈവകൃപ ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മളെ നോഹയ്ക്ക് മാത്രമല്ല നോഹയുടെ ജീവൻ സക്സസ്ഫുൾ ആയത് എന്തുവാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? 22-ാം വാക്യം ഒന്ന് വായിക്കാം. 6:22. യെസ്. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അപ്പോൾ ഇവിടെ നോഹയെ കുറിച്ചൊരു വലിയ സാക്ഷ്യം എന്തുമാണ്? ദൈവം പറയാണ് ആ തലമുറയിൽ എന്തുമാണ് താൻ വ്യത്യസ്തനായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു നോഹ. ഒത്തിരി ആളുകൾ എന്തുമാണ് ജനിച്ച് വളർന്ന നോഹയുടെ ആ കാലത്ത് ജീവിച്ച മനുഷ്യരെയൊക്കെ നോഹ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ സ്ഥലത്ത് ജീവിച്ചതായ ആ തലമുറയിൽ ജീവിച്ചതായ നോഹ എന്തുവാണ് ഒരു വ്യത്യസ്തനായിരുന്നു കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഏത് തലമുറയിലും ഏത് പട്ടണത്തിലും ഏത് ജോലി സ്ഥലത്തും ഹല്ലേലൂയ നിനക്ക് കർത്താവിന് വേണ്ടി വ്യത്യസ്തനായി ജീവിക്കുവാൻ സാധിക്കും. വ്യത്യസ്തനായി നിലകൊള്ളുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നോഹ ഒരു വ്യത്യസ്തനായിരുന്നു. ആ തലമുറയിൽ എന്താണ് പാപം വർദ്ധിച്ചുകൊണ്ടിരുന്ന കാലം, ദൈവത്തിന് പോലും എന്തുവാണ് അവിടെ പാപത്തെ പൊറുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, ദുഷ്ടത എന്തുവാണ് വളർന്ന സമയം, പാപം വർദ്ധിച്ച സമയം. എന്നാൽ ഹല്ലേലൂയ പാപം ചെയ്യാതെ നിഷ്കളങ്കനായി നീതിമാനായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് തനിക്ക് കൃപ കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ പാപം ചെയ്യാതെ ജീവിക്കുവാൻ എന്തുവാണ് കർത്താവ് കൃപ തരും. ഹല്ലേലൂയ. പാപം ചെയ്തിട്ട് അതിനെ മറയ്ക്കുവാനുള്ളതായ കൃപയല്ല നമുക്ക് വേണ്ടത്, എന്നാൽ പാപം ചെയ്യാതിരിക്കുവാനുള്ളതായ ഒരു കൃപ നമുക്ക് ആവശ്യമുണ്ട്. എത്ര പേര് ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. പാപം ചെയ്ത് അതിനെ എന്തുവാണ് മറയ്ക്കുവാനുള്ളതായ ഒരു കൃപയല്ല എനിക്ക് നിനക്കും വേണ്ടത്, എന്നാൽ നോഹയെ പോലെ ഹല്ലേലൂയ നിഷ്കളങ്കനായി നീതിമാനായി വിശുദ്ധനായി ഹല്ലേലൂയ ഹല്ലേലൂയ നിൽക്കുവാൻ വ്യത്യസ്തനായിരിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു കള്ളം പറഞ്ഞാൽ എന്തുവാണ് 10 കള്ളം പറയണം ആ ഒരു കള്ളത്തെ മറയ്ക്കുവാനായിട്ട്. ഹല്ലേലൂയ. നമുക്കെല്ലാം ആ അനുഭവമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഈ ദിവസങ്ങളിലെ ഈ തലമുറയിലെ നോഹ ജീവിച്ചതുപോലെ പാപം ചെയ്യാതെ നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. ആ കൃപ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ പാപം ചെയ്യാതെ ദുഷ്ടത വളരെ വർദ്ധിച്ച സമയമാണ്. ഹല്ലേലൂയ നോഹ ജീവിച്ച സമയം. ഹല്ലേലൂയ ആ സമയത്ത് ദൈവത്തിന് വേണ്ടി എന്തുവാണ് ഹല്ലേലൂയ നിഷ്കളങ്കനായി നീതിമാനായി വിശുദ്ധനായി ദൈവത്തോടെ കൂടെ നടക്കുവാൻ ആ ഭക്തന് സാധിച്ചുവെങ്കിൽ ഹല്ലേലൂയ ഈ തലമുറയിലും പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്കോട്ട് നോക്കിയാലും വടക്കോട്ട് നോക്കിയാലും കിഴക്കോട്ട് നോക്കിയാലും പടിഞ്ഞാറോട്ട് നോക്കിയാലും എവിടെയും എന്താണ് പാപം പെരുകുന്നതായ അവസ്ഥ, പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്നാൽ നോഹ ജീവിച്ചതുപോലെ ഈ തലമുറയിൽ എനിക്ക് നിനക്ക് എന്തുവാണ് ഹല്ലേലൂയ ജീവിക്കുവാൻ സാധിക്കും. നമുക്ക് അതിന് കൃപ വേണം. ആ കൃപ ഇന്ന് പോൽക്കാലം നമുക്ക് ചോദിക്കാം. ആ കൃപ നമ്മളിൽ വ്യാപരിക്കട്ടെ. ആ കൃപയുടെ ഒഴുക്ക് നമ്മുടെ ഭവനങ്ങൾ ഉണ്ടാകട്ടെ. ആ കൃപയുടെ ഒരു ഒഴുക്ക് നമ്മുടെ വ്യക്തി ജീവിതം ഉണ്ടാകട്ടെ. ആ കൃപയുടെ ഒരു ഒഴുക്ക് എന്നിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ രണ്ടാമതൊരാളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചൊക്കെ ഒത്തിരി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. എന്നാൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അബ്രഹാം എന്തുവാണ് കൃപയെ എന്തുവാണ് അള്ളിപ്പിടിച്ചവനാണ്, കൃപയെ ചാടിപ്പിടിച്ചവനാണ്. ഒന്ന് വായിക്കാം നമുക്കതിനായിട്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഹല്ലേലൂയ ഒന്ന് വായിച്ചാട്ടെ. യജമാനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിൽ ഇരിപ്പി. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ സാധിക്കുന്നു മമ്രയുടെ തോപ്പിൽ എന്തുവാണ് തന്റെ കൂടാരത്തില് അബ്രഹാം ഇരിക്കുകയാണ്. അപ്പോൾ തല പൊക്കി എന്തുവാണ് അബ്രഹാം നോക്കിയപ്പോഴെന്തുവാണ് 3 പുരുഷന്മാരെ നിൽക്കുന്നത് അബ്രഹാം ഒരു കാഴ്ച കാണുകയാണ്. എന്നാൽ അവരോട് അബ്രഹാം വിളിച്ചു പറയാണ്. ഹല്ലേലൂയ. എന്താണ് വിളിച്ചു പറഞ്ഞത്? യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്.
അപ്പോൾ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഈ കൃപയ്ക്കകത്തൊരു ശക്തിയുണ്ട്, ഈ കൃപ എൻ്റെ മേൽ വ്യാപരിക്കണം, ഈ കൃപ എനിക്ക് പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. അവരോട് പറയാണ്, യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്ന് പോകരുത്. അപ്പോൾ അബ്രഹാം എന്തുവാണ് ഈ കൃപയെ എന്തുവാണ് കടന്നു പിടിക്കുന്നത്? വിശ്വാസവീരനായ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം എന്തുവാണ് ഈ കൃപയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കൃപയെ എന്തുവാണ് കടന്നു പിടിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്തുവാണ് നമ്മളെ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും മോശയും എന്തുവാണ് ഈ കൃപയ്ക്ക് പ്രാധാന്യം കൊടുത്ത ആളായിരുന്നു. അപ്പോൾ മോശയെ കുറിച്ച് വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കാം. ഹല്ലേലൂയ. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നുവെന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. മോശ പറയാണ് ഒരു കാര്യം, മോശ ദൈവത്തോട് പറയാണ്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നുവെന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നേരത്തെ എന്തുവാണ് എനിക്ക് നിന്നോട് കൃപയുണ്ട് എന്ന് മോശയോട് ദൈവം പറഞ്ഞത് മോശയുടെ ചെവിയിൽ എന്തുവാണ് മുഴങ്ങി. അപ്പോൾ ആ മോശ എന്തുവാണ് പിന്നീട് പറയാണ് 13-ാം വാക്യത്തില്, കൃപയുണ്ടെങ്കിൽ ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. മോശ എന്തുവാണ് പറയാണ്, ഹല്ലേലൂയ, ഈ മക്കളെ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ ഇസ്രായേൽ മക്കളെ നയിക്കണമെങ്കിൽ, അവരെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തുവാണ് എനിക്ക് എന്തുവാണ് ആവശ്യം? എനിക്ക് വലിയ സൈന്യത്തെ അല്ല, എനിക്ക് ചില ആയുധങ്ങളല്ല ആവശ്യം. എനിക്ക് എന്തുവാണ് മോശ ഇവിടെ ചോദിക്കുന്നത്? എന്തുവാണ് ചില പ്രത്യേക കാര്യങ്ങളൊന്നും മോശ അവിടെ ചോദിക്കുന്നില്ല. ഈ ജനങ്ങളെ നയിക്കുവാനായിട്ട് മോശ ചോദിക്കുന്നതായ ഒരേ ഒരു കാര്യം, കൃപയുണ്ടെങ്കിൽ ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, കൃപയുണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാണ്, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. എന്നിട്ട് പറയാണ്, നീ എന്നോട് കൃപയുണ്ടാകുവാൻ തക്കോണം ഞാൻ നിന്നെ അറിമറകട്ടെ. അപ്പോഴേ ഹല്ലേലൂയ വഴി കാണിക്കുവാൻ കൃപ വേണം. അതുപോലെ തന്നെ ഹല്ലേലൂയ കർത്താവിനെ അറിയുവാൻ ഒരു കൃപ വേണം. ഹല്ലേലൂയ. ഇവിടെ മോശ പറയാണ്, അവന്റെ വഴി എന്തുവാണ് അവൻ കാണിച്ചു തരും കൃപയാല്. അത് മാത്രമല്ല, ഒന്നുകൂടെ എൻ്റെ കർത്താവിനെ അറിയണം, ഒന്നുകൂടെ എൻ്റെ ദൈവത്തെ അറിയണം. ദൈവത്തെ കൂടുതൽ അറിയുന്നത് ഒരു കൃപയാണ്. കരങ്ങളൊന്ന് മഹത്വം കൊടുത്താട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടല്ലേ. അതുകൊണ്ട് എന്തുവാണ് ഹല്ലേലൂയ നമ്മൾ നിർത്തല്ലേ. എന്നാൽ എന്തുവാണ് കൃപമേൽ കൃപ പ്രാപിക്കണം. നമ്മുടെ കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ കർത്താവിനെ അറിയുന്നത് ഒരു കൃപയാണ്. നമ്മുടെ കർത്താവിനെ രുചിച്ചറിയുന്നത്, അവന്റെ ഹൃദയം ഒന്ന് അറിയുന്നത്, അവന്റെ വഴികളൊന്ന് അറിയുന്നത്, അവന്റെ ആലോചനകളൊന്ന് അറിയുന്നത്, ഹല്ലേലൂയ അവന് നമ്മളെ കുറിച്ചുള്ളതായ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കുന്നത് എല്ലാം എന്തുവാണ് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം പറയാണ് ഹല്ലേലൂയ, ഇവിടെ പറയാണ്, നിനക്കെന്നോട് ഉണ്ടാകുവാൻ തക്കോണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അപ്പോഴേ കർത്താവിന്റെ കൃപ എന്തുവാണ് മനസ്സിലാക്കണം, കർത്താവിനെ അറിയണം. യെസ്, കർത്താവിനെ യഥാർത്ഥമായിട്ട് അറിഞ്ഞവർക്ക് മാത്രമേ കൃപയുടെ ഹല്ലേലൂയ ഉറവിടം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ കൃപയുടെ മാഹാത്മ്യം, ആ കൃപയുടെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ എന്തുവാണ് കർത്താവിനെ ഹല്ലേലൂയ അല്പം അറിഞ്ഞാൽ ഒക്കില്ല. പൂർണ്ണമായി കർത്താവിനെ അറിയുന്നതായ ഒരു വ്യക്തിക്ക് മാത്രമേ എന്തുവാണ് ഹല്ലേലൂയ ആ കൃപയുടെ പാക്കേജിനകത്തുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട്